പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കർഷകർക്കുണ്ടായത് 41 കോടി 85 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് റിപ്പോർട്ട്. സർക്കാർ അനുവദിച്ച 13 കോടി 85 ലക്ഷം രൂപ അപര്യാപ്തമെന്ന് വിദഗ്ധ സമിതി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഏറെ വിവാദമായ സംഭവമാണ്. അതിലാണിപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മെയ് 20-നായിരുന്നു പെരിയാറിൽ ഏലൂർ മുതൽ കടമക്കുടി വരെ മത്സ്യക്കുരുതി ഉണ്ടായത്. അന്ന് മത്സ്യ കർഷകർക്കും ഒപ്പം തന്നെ തൊഴിലാളികൾക്കും നഷ്ടമായത് ഏറെക്കുറെ 41 കോടി രൂപ 85 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. കുഫോസിന്റെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തുകയും അതിന് ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത്. അതിൽ തന്നെ അവർ പറയുന്നത് മത്സ്യ കർഷകർക്ക് 31 കോടി രൂപ 25 ലക്ഷം രൂപയുടെ നഷ്ടവും ഒപ്പം തന്നെ മത്സ്യ തൊഴിലാളികൾക്ക് 10 കോടി 6 ലക്ഷം രൂപയുടെ നഷ്ടവും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ സർക്കാർ ഇതിന് നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്ന തുക 13 കോടി 55 ലക്ഷം രൂപയാണ്. ഇത് അപര്യാപ്തമാണെന്ന് തന്നെയാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് PCB പറഞ്ഞിരുന്നത് അവിടുത്തെ കമ്പനികളിൽ നിന്നും മാലിന്യം ഒഴുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ PCBയുടെ ഈ കണ്ടെത്തലിനെ പൂർണ്ണമായിട്ടും ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളിക്കളയുകയാണ്. കമ്പനികളിൽ നിന്ന് വന്ന മലിനജലം അല്ലെങ്കിൽ മാലിന്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നാളെയാണ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിന്റെ പകർപ്പ് മന്ത്രിക്ക് കൈമാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനും ലഭിച്ചിരിക്കുന്നത്. സ്വാതി. ശരി സഹീൻ, പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിലാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കർഷകർക്കുണ്ടായത് 41 കോടി 85 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്നാണ് റിപ്പോർട്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു.